ദൈവത്തിന്റെ തിരു സാന്നിധ്യത്തിന്റെ മറവിൽ നമുക്കായിരിക്കാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ തിരുവചന സത്യവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ഈ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഹല്ലേലൂയ. നമ്മളെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വീഴുവാൻ തക്കവണ്ണം തള്ളുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ വീണു പോകാതെ ശാശ്വതമായ ആ ഭുജം കൊണ്ട് നമ്മളെ വഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രത്യേക അനുഗ്രഹിക്കപ്പെട്ട നല്ല അനോയിന്റഡ് ആയിട്ടുള്ള ഒരു വർഷിപ്പ്, ഹല്ലേലൂയ, സെക്ഷൻ ദൈവം നമുക്ക് തന്നു. ഹല്ലേലൂയ. ആത്മാവിൽ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കി. പ്രിയ സഹോദരൻ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി അഭിഷേകത്തോടെ ആത്മനിറവോടെ അനേക വേദികളിൽ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആരാധിക്കുന്നത് ഒരിക്കലും യഥാർത്ഥമായി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ചാല്, ഹല്ലേലൂയ, അതിനകത്തൊക്കെ ഭയങ്കര വിടുതലുണ്ട്. ഭയങ്കര വിടുതൽ മാത്രമല്ല, ദൈവത്തിന്റെ ഭയങ്കര ഫേവർ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. ഹല്ലേലൂയ. ദാവീദ് ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ദാവീദ് സ്ഥലം മറന്ന് ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യനാ. ആരൊക്കെ ഫ്രണ്ടിലുണ്ട്, ആരൊക്കെ തന്റെ സൈഡിലുണ്ടോന്നൊന്നും നോക്കത്തില്ല. ഹല്ലേലൂയ. എല്ലായിടത്തും, കാട്ടിലായിരിക്കുമ്പോഴും കൊട്ടാരത്തിലായിരിക്കുമ്പോഴും തന്റെ ആരാധനയുടെ ശൈലി ഒന്ന് തന്നെയായിരുന്നു. ഹല്ലേലൂയ. ഒരിടത്തും താൻ എന്ത് ചെയ്തില്ല, ഒരു നാണം വിചാരിക്കാതെ ദൈവത്തെ പൂർണ്ണമായി വിട്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ആരാണെന്ന് അറിഞ്ഞ ആ വെളിപ്പാടിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദാവീദിനെ തകർക്കാൻ ഒരു ശത്രുവിനും സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു ശീലാസിനെയും പൗലോസും ആരാധിക്കുന്ന ഒരു മനുഷ്യനെ തകർക്കാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ തപ്പുണ്ടോ, നിന്റെ കയ്യിൽ കിന്നരമുണ്ടോ, നീ ചെങ്കടൽ കടക്കും. സ്തോത്രത്തോടെ ചെങ്കടൽ കടക്കും. കടന്നു കഴിഞ്ഞ് നീ ആത്മാവിൽ പാട്ടുകൾ പിന്നെയും പാടും. പുതിയ പാട്ടുകൾ, പുതിയ കൃപയിൽ നിറഞ്ഞുള്ള പുതിയ പാട്ടുകൾ ദൈവം നിന്റെ നാവിൽ തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കയ്യിൽ കിന്നരമുണ്ടോ, കയ്യിൽ തപ്പുണ്ടോ, കയ്യിൽ വീണയുണ്ടോ, വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിൽക്ക്. കിട്ടിയ താലന്ത്, കിട്ടിയ കൃപയ്ക്കനുസരിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്നുവെങ്കിൽ അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കുന്ന ദൈവത്തിന്റെ ഒരു കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഒരു പുതപ്പല്ല. ചിലരോടുള്ള ദൈവത്തിന്റെ ആലോചന പ്രാരംഭത്തിൽ തന്നെ ഇട്ടിട്ട് ഞാൻ അടുത്ത മേഖലയിലേക്ക് കടക്കട്ടെ. ഒരു പുതപ്പല്ല, ഒരു പുതപ്പ് കൊണ്ട് തീരുന്നതല്ല. അടുത്ത ഒരു പുതപ്പുണ്ട്, അടുത്ത ഒരു തലമുണ്ട്. ഒരു നിലയിൽ തന്നെ നിന്നെ ഒതുക്കി വെക്കുവാൻ ദുഷ്ടനായവൻ ശ്രമിക്കുമ്പോൾ, അതിൽ നീ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ, പിറുപിറുക്കാതെ നിൽക്കുമ്പോൾ, നിന്റെ ബൗണ്ടറിയെ പൊട്ടിച്ചു കളഞ്ഞ് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു അഭിഷേകത്തിന്റെ അടുത്ത തലം, ഹല്ലേലൂയ, അതിനകത്താ പ്രിയമുള്ളവരെ നമ്മൾ ആയിരിക്കുന്നത്. നമ്മളെ കെട്ടിവെക്കുവാൻ, നമ്മളെ പരിധിയിട്ട് ഇവിടം വരെ മതി, നീ ഇവിടം വരെ മതി എന്നൊരു വരച്ചിടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം സകലത്തെയും നിർമ്മിച്ച ഒരു ദൈവത്തിന്റെ ആത്മാവിനാലാണ് നാം ചലിക്കുന്നത്. ആ അഭിഷേകമാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. ഒന്നിനും നമ്മളെ തടുത്തു വെക്കുവാൻ, നമുക്ക് ബൗണ്ടറി ഇടുവാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ബൗണ്ടറി ഇടുവാൻ നോക്കുന്നെങ്കിൽ, ഏതെങ്കിലും നിലയിൽ കെട്ടിവെച്ച് നിർത്തുന്നുവെങ്കിൽ, ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. യോസഫ് മതിലിന്മേൽ പടരുന്നവനാ. അവന്റെ ഉണ്ടെങ്കിലും, മതിൽ അനേകർ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിലും, യോസഫിന്റെ പ്രത്യേകത മതിലിന്മേൽ പടർന്ന് പുറത്തുള്ളതിനും അകത്തുള്ളതിനും ഒരുപോലെ നന്മയെ കൊടുക്കുന്ന, മധുരത്തെ കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിവള്ളിയ ഒരു യോസഫ്. ഹല്ലേലൂയ. ആത്മാവിൽ ചലിക്കുന്ന എന്നെയും നിങ്ങളെയും എത്രമാത്രം ബൗണ്ടറി ഇട്ട് വെച്ചെന്ന് പറഞ്ഞാലും ഒരു ശക്തിക്കും നമ്മളിലുള്ള ഫലത്തെ കുറയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ സാധിക്കത്തില്ല. കാരണം നട്ടവൻ ദൈവമാ, വളരുമാറാക്കുന്നവൻ ദൈവമാ, നിന്നെ വളർത്തുന്ന ദൈവമാ, നിന്നെ പന്തലിപ്പിക്കുന്നത് ദൈവമാ. ഹല്ലേലൂയ. മുന്തിരിത്തോട്ടത്തെ, ഹല്ലേലൂയ, കാർന്ന് തിന്നാൻ നോക്കുന്ന ദുഷ്ടശക്തിയെ ആത്മതലങ്ങളിൽ കണ്ടുകൊണ്ട് ഞാൻ ഇന്ന് വിളിച്ചു പറയുകയാ, ഒരു കുറുനരിക്കും ദൈവത്തിന്റെ ആത്മാവിനാൽ കെട്ടപ്പെട്ടു വെച്ചിരിക്കുന്ന, ദൈവാത്മാവിനാൽ സൂക്ഷിക്കപ്പെട്ടു നിൽക്കുന്ന നിനക്കകത്ത് ഒരു കുറുനരിക്കും തുറന്ന് കേറുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. അതിനുള്ള അവസരം ഒരു കുറുനരിക്കും ഉണ്ടാകത്തില്ല.
ദുഷ്ടനായവൻ ശ്രമിക്കും, അവൻ അടങ്ങിയിരിക്കത്തില്ല, അവൻ ശ്രമിക്കും. കാരണം അറിയാം അവനിൽ നിന്നിലുള്ള തീ എന്താണെന്ന് നമ്മളെക്കാൾ അവൻ അറിയാം. അവൻ ശ്രമിച്ചു കൊണ്ടിരിക്കും നിന്റെ മുന്തിരി വള്ളിക്കകത്ത് കടക്കുവാൻ. ആത്മാവിൽ ചലിക്കുന്ന നിനക്കെതിരെ എത്ര മാത്രം ശക്തികൾ പുറപ്പെട്ടു വന്നെന്ന് പറഞ്ഞാലും ആത്മാവിൽ എഴുന്നേറ്റതിന് കീറിക്കളയുന്ന ഒരു അഭിഷേകം. ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ് പെട്ടെന്ന് എടുത്താട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം, അതിന്റെ 13-ാം അധ്യായം 25-ാം വാക്യം. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമോ? ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. സോരക്കും എസ്തോയേലിനും മധ്യയുള്ള മഹേനാദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിച്ചു തുടങ്ങി. താങ്ക് യു ആന്റി. ഇവിടെ ശിംശോനെ കുറിച്ചാ പറയുന്നത്. അഭിഷേകമുള്ള മനുഷ്യനാ ശിംശോൻ, ആത്മാവിൽ ചലിക്കുന്നവനാ ശിംശോൻ. ഈ ശിംശോന്റെ ശുശ്രൂഷ തുടങ്ങിയിട്ടില്ല. ശിംശോൻ ഇപ്പോഴും മറഞ്ഞിരിക്കുകയാ. ശിംശോനെ കുറിച്ച് വലിയ വാഗ്ദത്തങ്ങളുണ്ട്, വലിയ ആലോചനകളുണ്ട്, ദൂതുകളുണ്ട്. തന്റെ അപ്പനും അമ്മയ്ക്കും ശിംശോനെ ദാനമായി ദൈവം നൽകിയത്. ഹല്ലേലൂയ. അപ്പന്റെ അമ്മയുടെ ആ അമ്മയ്ക്കകത്ത്, ഉദരത്തിനകത്ത് ശിംശോൻ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന്റെ ആലോചന അവൾ കേട്ടു. തന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സന്തതിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്, ആലോചന എന്താണെന്ന് ആ മാതാവ് കേട്ടു. എന്നിട്ട് ആ മാതാവിനോട് പറയുക, നീ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിന്റെ അകത്തുളവാകുന്ന ആ പ്രജ, ആ പുരുഷ പ്രജ, അവൻ ശക്തനായവനാ, അവൻ അഭിഷേകമുള്ളവനാ, അവൻ കാലഘട്ടത്തെ തിരിക്കുന്നവനാ. അവൻ കാലഘട്ടത്തെ തിരിച്ച് തന്റെ ജനത്തിന് രക്ഷ നൽകുവാൻ ദൈവം കണ്ടിരിക്കുന്ന ഒരു അഭിഷിക്തനാ നിന്റെ ഉള്ളിൽ ഉരുവായിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇന്ന കാര്യങ്ങൾ നീ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. മാതാവ് അനുഗ്രഹിക്കപ്പെട്ടവളായിരുന്നു. ദൈവം എന്താണോ പറഞ്ഞത് അതിനനുസരിച്ച് ചലിച്ച ഒരു മാതാവ്, അതിനനുസരിച്ച് മുന്നേറിയ ഒരു പിതാവ്, ദൈവം കൊടുത്ത ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രം ചലിച്ച ഒരു മാതാവും പിതാവും. ഹല്ലേലൂയ. അവർ അതിനനുസരിച്ച് ചലിച്ചപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശിംശോനെ ദൈവം ദാനമായി കൊടുത്തു. ശിംശോൻ വളരുമ്പോഴൊന്നും യാതൊരു നിലയിലും ഒരു ചേഞ്ച് ഉണ്ടാകുന്നില്ല. എന്നാൽ ഒരു ടൈം എത്തിയപ്പോൾ, ഒരു സമയം എത്തിയപ്പോൾ 25-ാം വാക്യത്തിൽ വായിക്കുന്നു, സോരയ്ക്കും എസ്തായോലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. അതായത് അതുവരെ അവന്റെ ചാപ്റ്ററിൽ, അവന്റെ ലൈഫിൽ യാതൊന്നുമില്ല. മറ്റുള്ളവരെ പോലെ തന്നെ ഒരു ഓർഡിനറി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, മറ്റു യാതൊരു വ്യത്യാസവും അവനിൽ ഇല്ല. ഹല്ലേലൂയ. ഇത്രയും വലിയൊരു ടാസ്ക് ചെയ്യുവാനുള്ളവനാണ് എന്നുള്ള യാതൊരു അവന്റെ ലൈഫ് നോക്കിയാൽ യാതൊരു ഹിന്റും യാതൊരു ക്ലൂവും നമുക്ക് കിട്ടത്തില്ല. മറ്റുള്ളവരെ പോലെ സാധാരണ അവസ്ഥയിൽ ജീവിക്കുക. പക്ഷെ ഇവിടെ പറയുക, മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. അതായത് ചില ഇടങ്ങളിൽ ദൈവം നിന്നെ കൊണ്ടുപോയിടും, ചില മേഖലകളിൽ ദൈവം നിന്നെ മാറ്റി നിർത്തും. ഹല്ലേലൂയ. ചില ഇടങ്ങളിലേക്ക് ദൈവം ചില മേഖലകൾ, നമ്മുടെ എവറി ജംഗ്ഷൻസ്, എല്ലാ ജംഗ്ഷൻസും ദൈവം നിയോഗിച്ചിരിക്കുന്നതാ. അതായത് ഓരോ ജംഗ്ഷനിലും നമ്മൾ എങ്ങനെ നമ്മളെ വളർത്തിയെടുക്കണം. നമുക്ക് ചിലതൊക്കെ, അതായത് ഒന്നുകൂടി പറഞ്ഞാല്, ഹല്ലേലൂയ, യോസഫിന്റെ ജീവിതത്തിൽ ഓരോ ജംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പന്റെ കൂടെ നിൽക്കാൻ ഒരു സമയമുണ്ടായിരുന്നു. അപ്പനിൽ നിന്ന് മാറി സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോ അവിടെ ഒരു പൊട്ടക്കിണറിന്റെ ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു. പോത്തിഫറിന്റെ ഭവനം അടുത്ത ഒരു ജംഗ്ഷൻ ആയിരുന്നു. അങ്ങനെ ഓരോ ജംഗ്ഷൻ ഉണ്ടായിരുന്നു. ഓരോ ഇടത്തും അവൻ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഈ മനുഷ്യൻ ശിംശോൻ മഹനേദാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവനിൽ ചേഞ്ച് വരാൻ തുടങ്ങി.
അതുവരെ അവനിൽ ഇല്ലാത്തൊരു മാറ്റം അവന്റെ ഉള്ളിൽ ഉണ്ടാകുവാൻ തുടങ്ങി. അവന്റെ ചിന്തകൾക്കൊരു മാറ്റം ഉണ്ടാകുവാൻ തുടങ്ങി. അവന്റെ പ്രവർത്തികൾക്കൊരു മാറ്റം ഉണ്ടാകുവാൻ തുടങ്ങി. അതുവരെ ദൈവവുമായി വലിയ ബന്ധവുമില്ലാതിരുന്ന മനുഷ്യനിൽ വലിയൊരു ദൈവവുമായി എങ്ങനെയെങ്കിലും ഒന്ന് മുന്നേറണം, ദൈവവുമായുള്ള ആത്മബന്ധത്തിൽ കയറണം, ഒരു എരിവ് അവന്റെ ഉള്ളിൽ വലിയൊരു എരിവ് ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം പറയാം. വാഗ്ദത്തം എന്നിലും നിങ്ങളിലും ഉണ്ട് എങ്കിൽ ഒരിക്കലും നമ്മൾ ഒരേ രീതിയിൽ മുന്നേറത്തില്ല. നമ്മളിൽ തന്നെ ഒത്തിരി ചേഞ്ച് ചില മേഖലകളിൽ ദൈവം വരുത്തുവാൻ ഇടയായിത്തീരും. ചില ഇടങ്ങളിൽ ദൈവം നമ്മളെ കൊണ്ടുപോയി ഇടുന്നത് നമ്മളെ പണിയാൻ വേണ്ടിയാ, നമ്മളെ മാറ്റിയെടുക്കാൻ വേണ്ടിയാ. അതായത് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്ന ആ വ്യക്തിയിലേക്ക്, ദൈവത്തിന്റെ പദ്ധതിക്കകത്തേക്ക് നമ്മളെ ദൈവം എന്ത് ചെയ്യുവാന്നറിയാവോ? ഒരുക്കി എടുത്തുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ചിലരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി 40-ാം വയസ്സിലായിരിക്കാം, ചിലരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി 80-ാം വയസ്സിലായിരിക്കാം. ഓരോ സ്ഥാനങ്ങളിലും നമ്മൾ നമ്മളുടേതായ കാര്യങ്ങൾ, നമ്മളുടേതായ ചിന്തകൾ വെച്ച് നമ്മളെ ജഡ്ജ് ചെയ്യരുത്. മറ്റുള്ളവരെ വെച്ച് നമ്മളെ കമ്പയർ ചെയ്യരുത്. പുതിയതാ ദൈവം നമ്മളിൽ നിന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നത്. പുതിയ മേഖലകളിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യണം, പുതിയ മേഖലകളിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. മറ്റുള്ളവരെ പോലെ തുടർന്നു വരുന്ന ഒരു അനുഭവമല്ല, വ്യത്യസ്തമായ നിലകളിൽ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. മഹനേദാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ദൈവത്തിന്റെ ആത്മാവ് ശിംശോനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. ഞാൻ ആത്മാവിൽ ദൂത് കൈമാറട്ടെ. ചില മേഖലകളിൽ ദൈവം നിങ്ങളെ കൊണ്ടുപോയിടും. അവിടെ വെച്ച് ദൈവം നിങ്ങളെ അടുത്തൊരു തലത്തിലേക്ക് പ്രിപ്പയർ ചെയ്യുകയാ. നിങ്ങളുടെ ഓർഡിനറി ആയിട്ടുള്ള ലൈഫിൽ നിന്ന്, ഓർഡിനറി ആയിട്ടുള്ള ശുശ്രൂഷയുടെ അനുഭവത്തിൽ നിന്ന്, ആ ശുശ്രൂഷയുടെ നിങ്ങളുടെ ചിന്തകളെ ദൈവം മാറ്റാൻ പോവുക. ഇടുങ്ങിയ ചിന്താഗതികളെ മാറ്റി വിശാലതയിലേക്ക്, കാരണം വിശാലതയ്ക്കകത്ത ദൈവത്തിന്റെ പ്രവൃത്തിയുള്ളത്. വിശാലതയിലേക്ക്, ഇടുങ്ങിയ ചിന്താഗതി, ഇടുങ്ങിയ മാനസിക അവസ്ഥ, അതിൽ നിന്നെല്ലാം മാറ്റി ഒരു വിശാലതയിലേക്ക് ദൈവം, അതായത് നമ്മുടെ ഓരോ മൈൻഡിനെയും ദൈവം പണിതുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഷെഖെനെ റാംദൽ പ്രൗഢഭാരക ശാന്തരേ. Hallelujah, because you are not ordinary. ഒരു ഓർഡിനറി വ്യക്തിയായിട്ട് മുന്നേറുവാനല്ല. ഹല്ലേലൂയ. നീ ചില സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നിലൂടെയും നിങ്ങളിലൂടെയും പുറപ്പെടണമെങ്കിൽ സൂപ്പർ നാച്ചുറലി ചിന്തിക്കുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ചിന്തകൾ, അതായത് നമ്മുടെ ലിമിറ്റേഷൻസ് പൊട്ടണം. നമ്മുടെ മനസ്സിനകത്തുള്ള ലിമിറ്റേഷൻസ്, നമ്മുടെ ചിന്തയ്ക്ക് ഇത്രയും ഉള്ളൂ, ഇതുവരെയുള്ളൂ, ഇങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തിയുള്ളൂ. പണ്ട് കാലത്താണ് സൂപ്പർ നാച്ചുറൽ നടന്നിരിക്കുന്നത്, ഇപ്പോൾ അത് നടക്കത്തില്ല. നോ, അത് വെറും തെറ്റാണ്. ഇതിനപ്പുറമായി ദൈവത്തിന് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനപ്പുറമായ ഒരു ശുശ്രൂഷയുണ്ട്, ഇതിനപ്പുറമായ ഒരു മണ്ഡലമുണ്ട്. അതിനകത്തേക്ക് കയറ്റിവിടുവാൻ ഫസ്റ്റ് ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? അകത്തു പണിയും, നമുക്കകത്തു പണിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ മനുഷ്യനെ ആത്മാവിൽ അതിന്റെ ഉദ്യമിപ്പിക്കാൻ തുടങ്ങി. അവന്റെ ഓർഡിനറി ലൈഫിൽ നിന്ന് അവനെ മാറ്റിയെടുത്ത് എക്സ്ട്രാ ഓർഡിനറി ലൈഫിലേക്ക് അവനെ കയറ്റണം. അതുവരെ ശേഷം മനുഷ്യരെ പോലെ നോർമൽ ശക്തി, നോർമൽ ബലം, ഹല്ലേലൂയ, നോർമൽ ലൈഫ് സ്റ്റൈൽ. നിന്റെ ലൈഫ് സ്റ്റൈലിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ, നിന്നുള്ള ആത്മശക്തിയുടെ അളവ് വർദ്ധിക്കണമെങ്കിൽ ഒരു പോയിന്റിൽ ദൈവം നിന്നെ കൊണ്ട് എത്തിക്കും. അവിടെ വെച്ച് ദൈവം പണിയാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇവിടെ ഈ മനുഷ്യനെ ആത്മാവിൽ ഉദ്യമിപ്പിച്ചു തുടങ്ങി. ആത്മാവിൽ ഉദ്യമിപ്പിച്ചു തുടങ്ങിയതിന് ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? 14-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നേ: അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരി തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. കൂടെ അപ്പനുണ്ട്, അമ്മയുണ്ട്. ഇവരെവിടെയാ പോകുന്നത്? തിമ്ന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്തൊരു സ്ഥലം പോവുകയാണ്, തിമ്ന. ഹല്ലേലൂയ. ആ സ്ഥലത്തേക്ക് പോയപ്പോ അപ്പനും ഉണ്ട്, അമ്മയും ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ വായിക്കുന്ന തിമ്നക്കരികെ ഒരു മുന്തിരിത്തോട്ടമുണ്ട്. മുന്തിരിത്തോട്ടത്തിൽ എത്തിയപ്പോൾ അവിടെ നിന്നൊരു ബാലസിംഹം ആരുടെ നേരെ അലറി വരുന്നത്? ശിംശോന്റെ നേരെ, അപ്പന്റെ അമ്മയുടെ നേരെ അല്ല വരുന്നത്. അതുവരെ അപ്പനോടും അമ്മയോടും ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയാവോ? ഈ അമ്മയുടെ വ്രതം ഒന്ന് തെറ്റിച്ചാൽ, അമ്മയ്ക്ക് ദൈവം കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് ഒന്ന് തെറ്റിച്ചാൽ ഈ മകന്റെ ലൈഫിനെ എന്ത് ചെയ്യും? പിശാചിന് ബാധിക്കാൻ പറ്റും. ഞാൻ പറയുന്നതിന്റെ ആത്മതലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമേ. ഹല്ലേലൂയ. മാനുഷികമായി ഇതിനെ എടുക്കരുത്. ആത്മാവിൽ നിങ്ങൾ ഞാൻ പറയുന്ന വചനങ്ങളെ ഏറ്റെടുക്കണമേ. നിന്റെ അമ്മയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? തൊടാൻ പറ്റും. അമ്മയിലൂടെ ശുശ്രൂഷയെ ബാധിക്കാൻ പറ്റും.
പക്ഷെ ആ അമ്മ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുന്ന ദർശനമുള്ള സ്ത്രീ, ദൈവാത്മാവിന്റെ ആലോചനയ്ക്ക് അനുസരിച്ച് മാത്രം ചലിക്കുന്ന സ്ത്രീ, ദൈവാത്മാവ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് തെറ്റിക്കാതെ അതനുസരിച്ച് തന്റെ ഉദരത്തിൽ പകർന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിനെ കാത്തു പരിപാലിച്ച സ്ത്രീ. ആ ലേഡിയെ പിശാചിന് തൊടാൻ പറ്റിയില്ല. ആ ലേഡിയുടെ അടുത്ത് പിശാചിന്റെ തന്ത്രങ്ങൾ അവിടെ എന്ത് ചെയ്തില്ല, അവന് പയറ്റാൻ പറ്റിയില്ല. ആ ലേഡിയെ തൊടാൻ പറ്റില്ല. തൊടാൻ പറ്റാത്തപ്പോ എന്ത് ചെയ്യുവാന്നറിയോ? ഇനി അവരെ വിട്ടു. ഇനി അവരെ തൊട്ടിട്ട് കാര്യമില്ല. അടുത്ത എന്താണെന്നറിയോ? സന്താനം വാഗ്ദത്തത്തിന്റെ മേൽ തൊടുകയാ. എടാ പിശാചെ, നീ ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളവനെ എത്രമാത്രം കുഴപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും, എത്രമാത്രം ഇട്ട് വട്ടം കറക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും, വാഗ്ദത്തമുള്ളവനാണോ അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നാൽ പിന്നെ നീ ആ കുഴപ്പിക്കുന്ന ഈ അനുഭവങ്ങൾ, വലപ്പിക്കുന്ന ഈ അനുഭവങ്ങൾ, ആ ഒരു ബന്ധനം അവൻ അതിനെന്ത് ചെയ്യുന്നറിയോ? തകർത്ത് കളയും. ഹല്ലേലൂയ. ഇവിടെ ഈ ആത്മാവുള്ള ഈ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങുന്നത്. അവന്റെ ടൈം സ്റ്റാർട്ടായി. അവന്റെ മേലുള്ള ദൈവ വിളിയിലേക്ക് അവൻ കാലെടുത്തു വെക്കാൻ തുടങ്ങി. ആ ടൈമിലാണ് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാവോ? സിംഹങ്ങളായിട്ട്, കരടികളായിട്ട് ഓരോന്നിങ്ങനെ വരികയാ. അതുവരെ നല്ല സ്വസ്ഥമായ ജീവിതം, അതുവരെ എല്ലാം പീസ്ഫുള്ളാ, അതുവരെ ഒരു പ്രശ്നവും ഇല്ല. ആത്മാവിലൊന്ന് എരിവോടെ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോ എങ്ങൊന്നില്ലാത്ത വല്ലാത്ത പ്രശ്നങ്ങൾ കയറി വരികയാ. പ്രിയമുള്ളവരെ, ചഞ്ചലിച്ചു പോകരുത്. ആത്മാവിൽ ധൈര്യത്തോടെ അതിനെ നേരിട്ടോണം. ഹല്ലേലൂയ. ചിലതിനെ കീറിക്കളയാനുള്ള ശക്തി തന്നിട്ടാ അതിനെ നേരെ വരുത്താനായിട്ട് ദൈവം അനുവദിക്കുന്നത്. ചിലതിനെ കീറിക്കളയാനുള്ള ആത്മശക്തി തന്നിട്ടാണ് നിന്റെ നേരെ ചിലതിനെ വിടുന്നത്. അത് മനസ്സിലാക്കിക്കോണം. പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ എങ്ങനെ നേരിടും? മോശയുടെ കയ്യിൽ ദൈവം വടി കൊടുത്തിട്ടുണ്ട്. ആ വടി ഒന്ന് ആത്മാവിൽ നീട്ടിയാ മതി. ദൈവം ചോദിക്കുക, മോശ, നീ എന്തിനാടാ കരയുന്നേ? നീ എന്തിനാ എന്നോട് നിലവിളിക്കുന്നത്? ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ പുറകിൽ നിന്ന് പിറുപിറുക്കുകയാ. മോശ പറയ, നിങ്ങൾ ധൈര്യമായിരിക്കും ഇസ്രായേൽ മക്കളെ, നിങ്ങൾ തളർന്നു പോകണ്ട, നിങ്ങൾ ലജ്ജിക്കണ്ട. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന പ്രവൃത്തി നിങ്ങൾ കാണ്. ജനത്തെ ബലപ്പെടുത്തി ഈ ദൈവ മനുഷ്യൻ ജനത്തെ ശക്തീകരിച്ച് നിർത്തിയേക്കുക. എന്നിട്ട് താൻ എന്താ ചെയ്യുന്നതെന്നറിയാവോ? ജനത്തെ ബലപ്പെടുത്തി ആലോചന കൊടുത്തിട്ട് താൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുക. ഹല്ലേലൂയ. ജനത്തിന്റെ മുൻപിൽ താൻ കരയുന്നില്ല. ജനത്തിന്റെ മുൻപിൽ, അതാണ് ദൈവിക ജനത്തിന്റെ മുൻപിൽ കരഞ്ഞുണ്ടല്ലോ, അവന്മാര് ഇപ്പൊ പിറുപിറുക്കോ, ഇനി അടുത്തത് ആ പൂഴിമണ്ണ് വാരിയെടുക്കും. കാരണം ഇത്രത്തോളം അവര് പോകുന്നത് ദൈവത്താലുള്ള ആശ്രയത്തിൽ മാത്രമല്ല, ഈ മോശയുടെ നോക്കിയിട്ടാ വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്ന അറിയാവോ? ജനത്തിന് മുമ്പിൽ കരയുന്നില്ല. എല്ലാവരുടെയും മുമ്പിൽ കരയാൻ നിൽക്കരുത്. എല്ലാവരുടെയും മുൻപിൽ വിഷയങ്ങളെ പകരാൻ നിൽക്കരുത്. അനുഭവിക്കുന്ന നമ്മുടെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ പകരണ്ടവന്റെ സന്നിധിയിൽ പകര്, ദൈവസന്നിധിയിൽ പകര്. ഹല്ലേലൂയ. ഒരു ഹന്ന കരഞ്ഞിരിക്കുകയാ. അവളാണെ ഭക്ഷണവും കഴിക്കുന്നില്ല, ആകപ്പാട് നിരാശയുടെ അനുഭവം. ഭർത്താവ് എൽക്കാന വന്ന് ചോദിക്കുക, ഹന്ന നീ എന്തിനാ കരയുന്നേ? നീ ഭക്ഷണം കഴിക്കാതെ എന്താ ഇരിക്കുന്നത്? ഹന്ന പറയുന്നുണ്ട്, എനിക്കൊരു മകനെ വേണം. അപ്പം ഈ എൽക്കാനയ്ക്ക് അറിയാം ഹന്നയുടെ ഇഷ്യൂ എന്താ, ഹന്നയുടെ വിഷയം എന്താണെന്ന് എൽക്കാനയ്ക്ക് നന്നായിട്ട് അറിയാം. എൽക്കാന കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട്. എന്താണെന്നറിയാവോ എൽക്കാന കൊടുക്കുന്ന സൊല്യൂഷൻ? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ ഉത്തമനല്ലോ. എന്തിനാ പുത്രന്മാര്? ഞാനുണ്ടല്ലോ. പക്ഷെ എൽക്കാന തരുന്ന സൊല്യൂഷൻ ഒന്നും ഹന്നയുടെ ജീവിതത്തിൽ അതിന്റെ ഒരു സമാധാനവും സന്തോഷവും കൊടുക്കുന്നില്ല. എൽക്കാന, അതാണ് പ്രിയമുള്ളവരെ, മനുഷ്യർ എത്രമാത്രം നമ്മൾക്ക് സപ്പോർട്ട് തന്നെന്ന് പറഞ്ഞാലും, മനുഷ്യർ എത്രമാത്രം നമ്മളെ താങ്ങിയെന്ന് പറഞ്ഞാലും, അവരെത്രമാത്രം നമ്മളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും, ദൈവം തരുന്നത് പോലെ അല്ല മനുഷ്യൻ തരുന്നത്. അതുകൊണ്ട് ദാവീദ് പറയുക, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ.
ഒരു മിനിറ്റ്. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കാതെ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ, കർത്താവിൽ ആശ്രയിക്കുന്നെങ്കിൽ, നമ്മുടെ ആശ്രയം ദൈവത്തിലാണ് എങ്കിൽ, ഹല്ലേലൂയ, ദൈവം ശ്രേഷ്ഠകരമായി നമ്മളെ നിർത്തുവാനിടയായി തീരും. നിങ്ങൾക്ക് എന്നെ കേൾക്കാമോ? ഹല്ലേലൂയ, എന്നെ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഓക്കെ. നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. ഹല്ലേലൂയ. ഒരു ഹന്നായുടെ കരച്ചില് ദൈവസന്നിധിയിൽ അവൾ പകർന്നപ്പോൾ, അവൾ ദൈവസന്നിധിയിൽ തന്റെ വിഷയത്തെ പകർന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവോ? അവൾക്ക് ആവശ്യമായ മറുപടി കിട്ടി. അവൾ എന്തിനാണോ കരഞ്ഞത്, അവൾ ഏത് വിഷയത്തിന്റെ മേലാണോ ഭാരപ്പെട്ടത്, ഏത് വിഷയത്തിന്റെ മേലാണോ അവൾ മറുപടി ആഗ്രഹിച്ചത്, അതിനകത്ത് ദൈവം പ്രവർത്തിക്കുവാനിടയായി തീർന്നു. ഇവിടെ മോശയും ഈ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ നിലവിളിക്കുക. ദൈവം പറയുക, മോശെ, നിന്റെ കയ്യിൽ വടി തന്നിട്ടുണ്ട്, നീ ആ കൈ നീട്ട്, നീ ആ വടി നീട്ട്, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വചനം ഇങ്ങനെ പറയുന്നേ, അവന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്നവരെയാണ് എന്തെന്ന് പറയുന്നതെന്ന് അറിയാവോ? അവന്റെ വീരന്മാരായി വചനം പറയുന്നത്. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്നവരെയാണ് വചനം വീരന്മാരായിട്ട് പറയുന്നത്. ഹല്ലേലൂയ. ഒന്ന് കേൾക്കണം, രണ്ടത് അനുസരിക്കണം. നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യാനാ പാട്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാല് നമ്മൾ അത് ചെയ്യാനായിട്ട് ഒത്തിരി പണിയെടുക്കും. ചെറിയ കാര്യമാ ദൈവം പറയുന്നത്. ചെറിയത് ചെയ്യ. ഹല്ലേലൂയ. ചില മേഖലകളിൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ പ്രവർത്തിക്കണം. നമ്മുടെ ഇഷ്ടത്തിന് വിരോധമായി, നമ്മുടെ ഹിതത്തിന് വിരോധമായി, നമ്മൾക്ക് ആഗ്രഹമില്ലെങ്കിലും ദൈവം പറയുന്ന ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. നമ്മളുടേതായ ചില ചിന്തകൾ, നമ്മളുടേതായ ചില വിചാരങ്ങൾ, നമ്മുടേതായ ചില ഇമോഷൻസ് മാറ്റിവെച്ച് ദൈവം പറയുന്ന ചെറിയ കാര്യങ്ങളുണ്ട്. ആ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ ഒരു വലിയ മിറക്കിൾ, ഒരു വലിയ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ മുൻപിൽ വെളിപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇവിടെ മുന്തിരിത്തോട്ടങ്ങളുടെ നടുവിൽ വെച്ച് എന്ത് സംഭവിക്കുകയാണെന്നറിയാവോ? മുന്തിരിത്തോട്ടങ്ങൾക്കകത്ത് നിന്നൊരു ബാലസിംഹം വരികയാ. ഹല്ലേലൂയ. ഈ ബാലസിംഹം ഒരിക്കലും മുന്തിരിത്തോട്ടങ്ങൾക്കകത്ത് ബാലസിംഹം ഉണ്ടാകത്തില്ല. ഈ മുന്തിരിത്തോട്ടത്തിന്റെ പ്രത്യേകത, അതിനകത്ത് നിന്ന് എന്താ വരണ്ടേന്നറിയാവോ? ആനന്ദമാ വരേണ്ടത്. അതിനകത്ത് നിന്ന് മുന്തിരിയുടെ ഫലമായ വൈന്, അതായത് സന്തോഷമാ വരേണ്ടത്. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ശരീരത്തെ ആനന്ദിപ്പിക്കുന്ന, നമുക്ക് ഉത്തേജനം തരുന്ന, നമ്മളെ ബലപ്പെടുത്തുന്നതാണ് മുന്തിരിത്തോട്ടത്തിനകത്ത് നിന്ന് വരേണ്ടത്. സന്തോഷത്തിന്റെ അനുഭവമാ മുന്തിരിത്തോട്ടത്തിനകത്ത് നിന്ന് വരേണ്ടത്. പക്ഷേ ഇവിടെ ഈ മനുഷ്യൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്റെ സാഹചര്യങ്ങൾ തകിടം മറിയുകയാ. താൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസ്ഥയിൽ, പ്രതീക്ഷിക്കാത്ത അനുഭവത്തില് ഒരു സിംഹം തനിക്കെതിരെ അലറി വരികയാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതിനകത്തും അവിടെ നമ്മൾ ഇങ്ങനെയാ പറയുന്നത്, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. പ്രതീക്ഷിക്കാത്ത സമയത്തും, താൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത്. ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞാൽ, ഒട്ടും പ്രതീക്ഷിക്കാതെ, ഒട്ടും ഒരുക്കമില്ലാതെ ഇരിക്കുന്ന സമയത്ത്, ഈ മനുഷ്യൻ ഒട്ടും ഒരുക്കത്തോടെയല്ല, ഒരു സിംഹത്തെ ഒട്ടും പ്രതീക്ഷിച്ചല്ല ഈ മനുഷ്യൻ അവിടെ പോകുന്നത്. നോർമലായിട്ട് അപ്പന്റെ അമ്മയുടെയും കൂടെ പോവുകയാ. യാതൊരു പ്രതീക്ഷയില്ല, ഈ ശക്തി വരുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല, ഒരു രീതിയിലുള്ള ഒരുക്കവുമില്ല. ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു പ്രാഗൽഭ്യമില്ലാതെ, പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കാൻ കഴിയാതെ, പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാനൊന്നും കഴിയുന്നില്ല. അങ്ങനെ ഒരു അനുഭവത്തിൽ, ഒരു ഡ്രൈ ആയിട്ടുള്ള അനുഭവത്തിലൂടെ ഒരു പക്ഷെ പോകുമ്പോഴായിരിക്കാം ഈ ദുഷ്ടശക്തി നമുക്കെതിരെ വരുന്നത്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. യെസ്, സങ്കീർത്തനം 11-ാം സങ്കീർത്തനം അതിന്റെ 2-ാം വാക്യം. 11-ാം സങ്കീർത്തനം അതിന്റെ 2-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നേ, ഇതാ ദുഷ്ടന്മാർ ഹൃദയ പരമാർത്ഥികളെ ഇരുട്ട് തെയ്യേണ്ടതിന് വില്ല് കുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഹൃദയ പരമാർത്ഥികളെ, ഒന്നുകൂടി പറഞ്ഞാൽ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ദൈവഭക്തന്മാരെ, തന്റെ അഭിഷിക്തന്മാരെ ഇരുട്ട് തെയ്യേണ്ടതിന് വില്ല് കുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാല്,
ഇരുട്ടിന്റെ സമയം എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറയുന്നത് ഇരുട്ടിന്റെ അനുഭവം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, അനർത്ഥ ദിവസങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നീതിമാന്റെ ജീവിതത്തിലും ഉണ്ട്, അഭക്തന്റെ ജീവിതത്തിലും എന്തുണ്ട്? അനർത്ഥ ദിവസമുണ്ട്, അനർത്ഥ ദിവസമുണ്ട്. പക്ഷേ 34-ാം സങ്കീർത്തനം 34-ാം സങ്കീർത്തനം അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. 21-ാം വാക്യം: അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. ഈ വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണമേ. 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഇത്രയും വാക്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒന്നുകൂടി ഞാൻ പറയാം. 11-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നമ്മൾ പറയുന്നു: ഇരുട്ടത്ത് എയ്യേണ്ടതിന് അസ്ത്രം ഞാനിന്മേൽ ദുഷ്ടൻ തൊടുക്കുക. ഇരുട്ടത്ത്, ഈ ഇരുട്ടത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു ടൈം പീരീഡ് ആണ്, ഇതൊരു സമയമാണ്, ഇരുട്ടിന്റെ സമയമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ അനർത്ഥ ദിവസമാണ്. ഓൾറെഡി അനർത്ഥമാണ്, ഓൾറെഡി കഷ്ടതയിലൂടെ കടന്നു പോവുകയാ, വേദനയിലൂടെ കടന്നു പോവുകയാ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഭയങ്കര ഡ്രൈനസിലൂടെ കടന്നു പോവുകയാ. ഈ ഡ്രൈനസിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് എന്ത് ചെയ്യാന്നറിയാവോ? ഈ ദുഷ്ടൻ എന്ത് ചെയ്യാന്നറിയാവോ? അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുകയാ, അടുത്തത് ചെയ്യാൻ വേണ്ടി. ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രതികൂലമാ, ഒന്നാമതേ പ്രയാസമാ, ഒന്നാമതേ വേദനയാ. അതിനകത്ത് വീണ്ടും ഇട്ട് ഞെരുക്കാനായിട്ട് ദുഷ്ടൻ അടുത്ത പദ്ധതിയുമായിട്ട് വരികയാ. കാരണം നമ്മൾ മടുക്കണം, നമ്മൾ മടുത്തിട്ടിട്ട് പോണം. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ജീവിതത്തിൽ അതല്ലേ പ്രിയമുള്ളവരെ വന്നത്? ഒന്നാമത് ഇയ്യോബിന്റെ നന്മകൾ മുടങ്ങി, തന്റെ സമ്പത്തിനെ ബാധിച്ചു. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു അനുഭവത്തെ പിശാച് ആദ്യം ബാധിച്ചു. ഫിനാൻഷ്യലി താൻ തകർന്നിരിക്കുകയാ. അടുത്തത് ദൈവം സ്വദാനമായി കൊടുത്ത 10 തലമുറയും ഇല്ലാതായി തീർന്നു. ഫിനാൻഷ്യലി താൻ ഞെരുങ്ങി, മെന്റലി താൻ ഞെരുങ്ങി, എല്ലാ മേഖലകളിലും വേദനയോടെ ഇരിക്കുമ്പം പിശാച് അടുത്തത് ചെയ്യാൻ വരികയാ. അടുത്തത് അവന്റെ ശരീരത്തിന്റെ മേൽ, ഹല്ലേലൂയ, അവന്റെ തല തൊട്ട് പാദം വരെ വ്രണം കൊണ്ട്, ചൊറി കൊണ്ട് നിറച്ചിരിക്കുകയാ. അനർത്ഥ സമയത്ത് ഒന്നിന്റെ മേൽ ഒന്നായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇട്ടോണ്ടിരിക്കുകയാ. ഒന്നിൽ നമ്മളൊന്ന് ആശ്വസിക്കാൻ വേണ്ടി ഒരു കാര്യത്തിലും ആശ്വാസം കിട്ടാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരും. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ മുൻപിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരും. ഓർത്തോണം, പിശാച് നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാ. ദൈവം അനുവദിച്ചിട്ടാ ഇങ്ങനൊരു ടൈം പീരീഡ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ സമയമാ. ഹല്ലേലൂയ. ദൈവം പ്രൂവ് ചെയ്യുകയാ, ഇവൻ എന്റെ ദാസനാ, ഇവൻ എനിക്ക് വേണ്ടി നിൽക്കും, എനിക്ക് വേണ്ടി ശക്തിയോട് നിൽക്കുന്ന എന്റെ നീതിമാനാണെന്ന് ദൈവം പ്രൂവ് ചെയ്യുന്ന നിലകളിലേക്ക് ഈ സിറ്റുവേഷനെ ദൈവം മാറ്റുവാനിടയായി തീരും. ഹല്ലേലൂയ. ഈ ഭാഗം ചിന്തിച്ചപ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. നമ്മൾ എപ്പോഴും ഇയ്യോബിന്റെ ഭാര്യയെ കുറ്റം പറയും. ഇയ്യോബിന്റെ ഭാര്യ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ഇയ്യോബിന്റെ ഭാര്യ പറയുകയാ: നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക. ഈ സ്ത്രീ ഇത് പറയാൻ കാര്യം എന്താണെന്നറിയാവോ? ഈ ഇയ്യോബിന് സകലതും നഷ്ടപ്പെട്ടു. അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, അവന്റെ ചെലവിനുള്ള കാര്യങ്ങൾ, അവന്റെ ഫിനാൻഷ്യലി മേഖലകളെല്ലാം അവന് എംപ്റ്റി ആയി, എല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ട് ഈ മനുഷ്യൻ ചൊരണ്ടിക്കൊണ്ടിരിക്കുകയോ, ഓട്ട് കഷ്ണം എടുത്ത് ചൊരണ്ടിക്കൊണ്ടിരിക്കുക. ഇവന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുകയാ. ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുകയാ. ഞാൻ ഇതിനകത്തൊരു ദൂത് പറയാം. അതുവരെ ആ മനുഷ്യന്റെ ഭവനത്തിനകത്ത് സന്തോഷമായിരുന്നു. അതുവരെ ആ മനുഷ്യന്റെ ഭവനത്തിനകത്ത് നിന്ന് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമാ പൊങ്ങിക്കൊണ്ടിരുന്നത്, ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. അതുവരെ അനേകർക്ക് ആലോചന കൊടുത്തുകൊണ്ടിരുന്ന ഒരു ദൈവ മനുഷ്യന്റെ ഭവനമാ. അകത്ത് വരുന്നവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചു, വിടുതൽ പ്രാപിച്ചു മടങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ആ മനുഷ്യന്റെ ഭവനത്തിലേക്ക് കയറി വരാൻ പറ്റത്തില്ല, കാരണം ദുർഗന്ധം വമിക്കുകയാ. ഹല്ലേലൂയ.
നിന്ദിക്കപ്പെട്ട ഒരവസ്ഥ, ദേശത്തിൽ നിന്ദിക്കപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ അവസ്ഥ നമ്മളുടെ എല്ലാ ദൈവഭക്തന്മാരുടെയും ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. ദൈവം ഒരുക്കുന്ന ഒരു ടൈം പീരീഡാ. അതുവരെ നമ്മൾ എല്ലാം മാന്യതയോടെ നിൽക്കുമ്പോ പെട്ടെന്നൊരു താഴ്ച, ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാ. അതുവരെ കടം ചോദിക്കാതെ നമ്മൾ പലരോടും ചോദിക്കാൻ നിർബന്ധിക്കപ്പെടുകയാ. അത്രമാത്രം സിറ്റുവേഷൻസ് നമ്മളെ മുറുക്കിക്കൊണ്ടിരിക്കുക, ഞെരിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ആ അനുഭവം ആരുടെ ജീവിതത്തിൽ വന്നു? ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്നു. വരുന്നത് ദുർഗന്ധമാ. ആ വീട്ടിൽ ഒരു മനുഷ്യന് കാല് കുത്താൻ പറ്റത്തില്ല. നമ്മളുടെയൊക്കെ കുടുംബത്തില് ഞാൻ പലപ്പോഴും പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, കർത്താവേ അങ്ങയുടെ ഹിതം നിറവേറണമേ. ചിലർ ഈ മരണക്കിടക്കെ കിടന്നിങ്ങനെ പുറമൊക്കെ പൊട്ടി ഇങ്ങനെ അളിയുമ്പോ അറിയാതെ പോലും ആ കുടുംബത്തിലുള്ളവര്, ഈ പ്രായമായവരൊക്കെ ആയിരിക്കും, അറിയത്തില്ല, പക്ഷെ അറിയാതെ പോലും അനേകരുടെ വായിൽ നിന്ന് വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം പിന്നെ ഹോപ്പില്ല, അതിനകത്ത് നിന്ന് പിന്നെ ഇവർക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് ടൈമാ, പക്ഷെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാ. ഈ സെയിം സിറ്റുവേഷൻ പ്രിയമുള്ളവർ ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്നേക്കുന്നത്. അതായത് ഇയ്യോബ് എന്ത് ചെയ്യുകയെന്നറിയോ? താൻ സ്വയം ഒത്തിരി അനുഭവിക്കുകയാ. ഇത് കണ്ടിട്ട് ആ സ്ത്രീ, കൂടെയുള്ള തന്റെ ഭാര്യ സഹോദരിക്ക് പോലും സഹിക്കുന്നില്ല. ഇയ്യോബ് സഫർ ചെയ്യുകയാ. ഇയ്യോബിന് പുറത്തുള്ളവർക്ക് മാത്രമല്ല, ഇയ്യോബിന് തന്നെ ഇയ്യോബ് ഒരു ഭാരമായി തീരുകയാ. ബട്ട് സ്റ്റിൽ ഇയ്യോബിനെ അടുത്ത ദിവസം ജീവിക്കണം എന്ന് പ്രേരിപ്പിക്കുന്നത് എന്താണെന്നറിയാവോ? ദൈവത്തിലുള്ള അവന്റെ വിശ്വാസം. അസാധാരണമായ പ്രത്യാശ ഈ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. നാളെ കുറിച്ചൊരു പ്രത്യാശ ഇവൻ അകത്തുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, ഞാൻ തെറ്റുകാരനല്ല, എന്റെ ഭാഗത്ത് ശരിയുണ്ട്. ഞാനും ദൈവവും തമ്മിലുള്ള റിലേഷൻ, ആ ബന്ധം അതിപ്പോഴും സ്റ്റേബിൾ ആയിട്ടാ നിൽക്കുന്നത്. എന്റെ സിറ്റുവേഷൻസിനെ ചേഞ്ച് ആക്കുവാൻ ദൈവത്തിനൊരു ദിവസം മതി, ഒരു നിമിഷം മതി. അഹരോന്റെ ആ ഉണങ്ങിയ വടിയെ ഒരു രാത്രി കൊണ്ട് തളിപ്പിക്കുവാൻ എന്റെ ദൈവം മതിയായ ദൈവമാ, ശക്തനായ ദൈവമാ. തന്റെ ദൈവത്തെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് ഇയ്യോബിന് അകത്തുണ്ടായിരുന്നു. ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് നിന്നെ മുൻപോട്ട് നയിക്കും. വചനത്തിനകത്ത് ഒരിക്കലും പിറകോട്ട് പോവാൻ പറഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ. പിറകോട്ട് കാഴ്ചവെട് വെക്കുവാൻ വചനം പറയുന്നില്ല. വചനം പറയുന്നു, മുൻപോട്ട് പോ. നീ മുൻപോട്ട് കാഴ്ചവെട് വെക്ക്, എടുത്ത കാഴ്ചവെട് മുൻപോട്ട് വെക്ക്. പിറകോട്ട് വലിക്കുന്നത് ദുഷ്ടന്റെ തന്ത്രമാ. പിറകോട്ട് പോകാൻ നിന്നെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്ന ദുഷ്ടനായ പിശാച. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എടുത്ത കാലം മുൻപോട്ട് വെക്ക്. നീ മുൻപോട്ട് മുന്നേറ്. നിന്റെ കൈ മുൻപോട്ട്, അഭിഷേകത്തിന്റെ വടിയെടുത്ത് മുൻപോട്ട് ചലിക്കേണ്ട അഭിഷിക്തനെ. നിന്നെ തൊടുവാൻ ആർക്ക് സാധിക്കും? നിന്നെ ഇല്ലാതാക്കുവാൻ ആർക്ക് സാധിക്കും? നിന്റെ ചെരുക്കത്തെ പൊട്ടിച്ചു കളയുന്ന ദൈവത്തിന്റെ അഭിഷേകം. ഒന്നുമില്ലാതിരുന്ന അബ്രഹാമിനെ സമ്പന്നനാക്കിയ ഒരു സമൃദ്ധിയുടെ അഭിഷേകം. നിങ്ങൾ അത് സ്വീകരിക്കുന്നെങ്കിൽ ഇന്ന് ഞാൻ അത് നിങ്ങളിലേക്ക് റിലീസ് ചെയ്യുകയാണ്. ഞെരുങ്ങി വലിച്ചിരുന്ന എല്ലാ അനുഭവങ്ങളും പൊട്ടിമാറട്ടെ. ജെരിക്കത്തിന്റെ അനുഭവങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ, ഫിനാൻഷ്യലി ചിലരെ ഞെരുക്കിയിരുന്ന അനുഭവങ്ങൾ പൊട്ടിമാറട്ടെ. ആ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ദൈവത്തിന്റെ ശക്തി, യഹോവയുടെ ആത്മാവ്, അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങി ചലിക്കട്ടെ. സമൃദ്ധിയെ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു. ഒന്നുമില്ലാതിരുന്ന് പോയവനാ, ദൈവത്തെ നോക്കി ഇറങ്ങി തിരിച്ചവനാ അബ്രഹാം. പക്ഷേ അബ്രഹാം മടങ്ങി വരുന്നതുണ്ടല്ലോ, ഒന്നുമില്ലാതായിട്ടല്ല, പരദേശിയായിട്ടല്ല. അവിടെ പറയുന്നു, നീ ഞങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രഭുവാ. ദൈവത്തിന്റെ പ്രഭുവാ.
മാനിക്കുന്ന ദൈവം. നമ്മുടെ ദൈവം കഷ്ടതയുടെ ദൈവമല്ല. തന്റെ ജനത്തിന്റെ ശ്രേയസ്സില് ഇഷ്ടപ്പെടുന്ന ദൈവം, സന്തോഷിക്കുന്ന ദൈവം. എന്നും ഒരേ അവസ്ഥയിലേക്ക് മുന്നേറാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ചലിക്കുന്ന അഭിഷിക്തന്മാരെ ദൈവം അടുത്തൊരു മേഖലയിലേക്ക് എറിയാൻ പോവുകയാ. രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവം നിന്നെയും ഉപയോഗിക്കാൻ പോവുകയാ. രാജ്യത്തിന്റെ എന്നോട് ദൈവാത്മാവ് അത് തന്നെ പറയുന്നു. രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോബിനെ മുന്നോട്ട് നയിച്ചത് ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ വെളിപ്പാടാ. ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ വെളിപ്പാടാ. അബ്രഹാമിനെ മുന്നോട്ട് നയിച്ചത് ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ വെളിപ്പാടാ. അബ്രഹാമിനോട് ദൈവം പറയുകയുടെ, മോനെ, നീ സ്നേഹിക്കുന്ന നിന്റെ പുത്രനായ ഇസഹാക്കിനെ എനിക്ക് താ. ഹല്ലേലൂയ. ഇസഹാക്കിനെ കൊണ്ട് മോറിയ മലയിൽ പോവുകയാ. അവസാനം ദൈവം ഒന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ ആ മകനെ ഉറപ്പായിട്ടും അബ്രഹാം എന്ത് ചെയ്യും? യാഗമാകും, ഹോമയാഗം കഴിക്കും. പക്ഷേ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് അബ്രഹാം അത് ചെയ്യാൻ തുനിഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഒരു കാര്യം അബ്രഹാമിന് ഒരു കാര്യം അറിയാം. എന്റെ മകന്റെ ചാരത്തിനകത്തു നിന്ന് അവനെ ഉയർപ്പിക്കാൻ, എന്റെ മകനെ തിരിച്ചു തരാൻ എന്റെ ദൈവം വിശ്വസ്തൻ. അതിനെന്റെ ദൈവത്തിന് പ്രാപ്തിയുണ്ട്. He has the ability to resurrect my son from the ashes. ചാരത്തിനകത്ത് നിന്ന് എന്റെ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു തരാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള ഒരു ഉറപ്പ്. അതുകൊണ്ട് കർത്താവ് പറയുകയാ, പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാ, അബ്രഹാമിന്റെ ആ വിശ്വാസം അവനെ നീതീകരിച്ചു, അവനെ നീതിമാനായി പ്രഖ്യാപിച്ചു. നീയും ഞാനും നിങ്ങളും ചെയ്യുന്ന നന്മ പ്രവൃത്തികളല്ല നമ്മളെ നീതിമാനാക്കി തീർക്കുന്നത്. ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം, വെറും വിശ്വാസമല്ല, ആഴമേറിയ വിശ്വാസം. എന്റെ അപ്പനെ കുറിച്ചുള്ള വെളിപ്പാടിനകത്ത് ഞാൻ ചലിക്കുമ്പോൾ, ഇല്ലായ്മയ്ക്കകത്ത് നിന്ന് ഞാൻ ചലിക്കുമ്പോൾ, വിശ്വാസത്തിന്റെ പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗം എന്നെയും നിങ്ങളെ നീതിമാൻ എന്ന് വിളിക്കും. ഹല്ലേലൂയ. ഹബക്കൂക്ക് പറയുക, എന്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. എന്റെ നീതിമാൻ അത് എപ്പോഴാ പറയുന്നതെന്നറിയാവോ? വലിയ വാറ് നടക്കുകയാ, വലിയ യുദ്ധം നടക്കുകയാ. യുദ്ധത്തിനകത്ത് ഇസ്രായേൽ മക്കൾ അടിമകളായി പോയി. കാരണം ഇസ്രായേൽ മക്കളുടെ പാപം തന്നെയാണെങ്കിലും ഇസ്രായേൽ മക്കൾ അടിമകളായി പോയി. ഈ അടിമകളായി പോയപ്പോ അനുഭവിക്കുന്നത് നീതിമാന്മാരും അനുഭവിച്ചു, ദുഷ്ടന്മാരും പാപം ചെയ്തവരും അനുഭവിച്ചു. ഹല്ലേലൂയ. രണ്ടു കൂട്ടരും ഒരുപോലെ അനുഭവിക്കേണ്ട വന്നു. പക്ഷെ കർത്താവ് പറയാ, എന്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിക്കും. എത്രമാത്രം അനുഭവിക്കേണ്ട കേസ് വന്നെന്ന് പറഞ്ഞാലും, അനർത്ഥകാലം അവനെ പിടിച്ചെന്ന് പറഞ്ഞാലും മറ്റുള്ളവനെ പോലെ അവൻ ചലിക്കത്തില്ല. അവൻ എനിക്ക് വേണ്ടി ഒരു ഹല്ലേലൂയ. ദാനിയേൽ നിന്നതുപോലെ, ദാനിയേലും അടിമയായിരുന്നു. പക്ഷെ ചിലതൊക്കെ വർജിച്ചു, ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചു. ആ അടിമത്തിനകത്ത് ദൈവത്തിന്റെ ശബ്ദം എന്താണെന്ന് തിരിച്ചറിയാൻ ആ മനുഷ്യന്റെ ചെവി തുറന്നിരുന്നു. കഷ്ടതയ്ക്കകത്തും ഞെരുക്കത്തിന്റെ അകത്തും വേദനയ്ക്കകത്തും ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ നിന്റെ ചെവി തുറന്നിട്ടുണ്ടോ? ദൈവ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ അനർത്ഥത്തിന്റെ കാലഘട്ടത്തില് നമ്മൾക്ക് ഇദ്ദേഹത്തിന്, ഈ ദാനിയേലിനും വേണമെങ്കിൽ മറ്റുള്ളവരെ പോലെ ഫുഡ് കഴിച്ച് നിൽക്കാമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ അതിനകത്തും തന്നോട് ദൈവാത്മാവ് സംസാരിക്കാൻ, തന്റെ ഉള്ളിലുള്ള പ്രമാണം, തന്റെ ഉള്ളിലുള്ള വചനം തന്നോട് ഇടപെടുന്നത് മനസ്സിലാക്കാൻ ആ മനുഷ്യന് സാധിച്ചു. അതാണ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വിടുതലായി തീർന്നത്. അതാണ് അവനെ ഉയർത്തിയത്. ആ അനുസരണ അവനെ അവിടുത്തെ ഏറ്റവും മഹാനാക്കി മാറ്റിയത്. ഹല്ലേലൂയ. അനർത്ഥകാലം എല്ലാവർക്കും ഉണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ ഏലിയാവ് പ്രവചിച്ചു. എന്താ പ്രവചിച്ചെന്നറിയാവോ? ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാവത്തില്ലെന്ന്.
എന്നിട്ട് ഈ മനുഷ്യൻ കെരീത്ത് തോട്ടിൽ പോയി. അവിടെ കാക്കയിൽ കൂടി വെള്ളവും അപ്പവും ബാക്കി കെരീത്ത് തോട്ടിലെ വെള്ളവും ഒക്കെ അവിടെ നിൽക്കുക. പക്ഷേ ആ സിറ്റുവേഷൻ ഇദ്ദേഹത്തെയും ബാധിച്ചു. ഞാൻ പറയുന്നതിന്റെ ആഴം മനസ്സിലാക്കണമേ. അവിടെ വലിയ ക്ഷാമമുണ്ടായി. ക്ഷാമമുണ്ടായപ്പോഴും ഈ മനുഷ്യൻ, ഈ ഏലിയാവിന്റെ ജീവിതത്തിൽ ക്ഷാമമില്ലാതിരുന്നില്ല. ഏലിയാവിന് വെള്ളം കൊടുത്തിരുന്ന ആ കെരീത്ത് തോടും വറ്റി. ഹല്ലേലൂയ. ക്ഷാമം അദ്ദേഹത്തെയും ബാധിച്ചു. അദ്ദേഹവും അതുമൂലം സഫർ ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷെ അതിനകത്ത് ദൈവശബ്ദം കേൾക്കാൻ അദ്ദേഹത്തിന്റെ ചെവി ഓപ്പൺ ആയിരുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഈ അനർത്ഥത്തിനകത്ത് നിന്ന് നിനക്ക് പുറത്തു വരാൻ അടുത്തത് നീ എന്ത് ചെയ്യണമെന്ന്, അടുത്ത സ്റ്റെപ്പ് ഏത് വെക്കണമെന്ന് മനസ്സിലാക്കത്തക്ക നിലകളിൽ ഈ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം സ്റ്റേബിൾ ആയിരുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടി ഞാൻ പറയാം. ഈ നോഹയോട് ദൈവം പറഞ്ഞു മഴ പെയ്യും. മഴ പെയ്തു, പെട്ടകം പണിതു. പെട്ടകം പണിതത് കൊണ്ട് അതിനകത്തിരുന്നു. ബട്ട് സ്റ്റിൽ ഹി സഫർ, ബിക്കോസ് ആ മഴ പെയ്തപ്പോഴും താൻ ഈ പെട്ടകത്തിൽ ആരുടെ കൂടെയാണെന്നറിയാവോ? ഇത്രയും വ്യത്യസ്തമായ ജീവികളുടെ, മൃഗങ്ങളുടെ കൂടെ ഈ മനുഷ്യൻ കഴിയുന്നത്. അവിടെ സുഖജീവിതമാണെന്നൊന്നും നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അല്പമായി ഈ മനുഷ്യനും സഫർ ചെയ്തു. ബട്ട് ദൈവത്തിന് വേണ്ടി കാതോർത്തു നിന്നു. അനർത്ഥ കാലത്ത് മറ്റുള്ളവന് വരുന്ന അതേ അവസ്ഥ നമുക്കും വരും. മറ്റുള്ളവർ അനുഭവിക്കുന്ന അതേ അനുഭവം നമുക്കും വരും. പക്ഷെ അതിനകത്ത് എന്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിക്കും. അവൻ വിശ്വാസത്താൽ കാൽച്ചുവട് വെക്കും. അവൻ വിശ്വാസത്താൽ മുന്നേറും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അനർത്ഥ ദിവസം നമ്മുടെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. ഈ അനർത്ഥ ദിവസത്തിൽ ഈ 33-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അനർത്ഥ ദിവസത്തിൽ ഹല്ലേലൂയ നീതിമാന്റെ അനർത്ഥം അസംഖ്യം, എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ആ അനർത്ഥത്തിൽ നിന്ന് എങ്ങനെയാ വിടുവിക്കുന്നതെന്ന് അറിയാവോ? 27-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നേ: അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. അടുത്ത വാക്യം: തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. അനർത്ഥ ദിവസം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അതിനെ എങ്ങനെയാ നമ്മൾ നേരിടേണ്ടതെന്നാ ഞാൻ ഈ പറയുന്നത്. 1, തന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും. 2, മറച്ചു വെക്കും. പക്ഷെ 3-ാമത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്: പാറമേലിനെ ഉയർത്തും. എന്നും ഒളിപ്പിക്കുകയല്ല, എന്നും മറച്ചു വെക്കുകയല്ല, പാറമേൽ ഉയർത്തുന്ന ഒരു സമയമുണ്ട്. ക്രിസ്തുവാകുന്ന പാറമേൽ നിന്ന് നിർത്തുന്ന ഒരു സമയമുണ്ട്. ചിലരുടെ മുൻപിൽ പ്രൂവ് ചെയ്യുന്ന സമയമുണ്ട്. ചിലരുടെ മുൻപിൽ തെളിയിക്കുന്ന ഒരു സമയമുണ്ട്. നമ്മളെ ഉൾക്കൊള്ളുന്ന നിലകളിൽ, നമ്മളെ അംഗീകരിക്കുന്ന നിലകളിൽ ദൈവം നമ്മളെ വലിയവനാക്കി തീർക്കും. യോശുവ അങ്ങനെയാ പറയുന്നത്. യോശുവ സ്വയം തെളിയിക്കാൻ പോയില്ല. ദൈവം എന്നെ തെരഞ്ഞെടുത്തു, എന്റെ മേൽ അഭിഷേകമുണ്ട്, ഞാൻ നീതിമാനാണ്, എന്നെ നിങ്ങൾ പിൻപറ്റണമെന്നൊന്നും യോശുവ പറയാൻ പോയില്ല. ദൈവം അവിടെ വായിക്കുന്നത് എങ്ങനെയാ? ഈ യുദ്ധത്തിനകത്ത് അവിടെ ഒരു വചനമുണ്ട്: യഹോവ അവനെ ഇസ്രായേൽ മക്കളുടെ മുൻപിൽ വലിയവനാക്കി. ആരുടെ മുൻപിലാണോ അവനെ ദൈവം വലിയവനാക്കേണ്ടത്, അവന്റെ മുൻപിൽ ദൈവം അവനെ വലിയവനാക്കി. ഹല്ലേലൂയ. അനർത്ഥ ദിവസത്തിൽ ഒളിപ്പിക്കും, മറയ്ക്കും. ഈ 49-ാം യെശയ്യാ പ്രവചനം 49:2 ഇങ്ങനെയുണ്ട്: അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തന്റെ കയ്യുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. നമുക്ക് അറിയുന്ന വാക്യങ്ങളാ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. മറയ്ക്കുന്ന ഒരു സമയമുണ്ട്, ഒളിപ്പിക്കുന്ന ഒരു സമയമുണ്ട്. അനർത്ഥ ദിവസത്തിൽ ഉയർത്തുന്ന ഒരു സമയവുമുണ്ട്. അനർത്ഥ ദിവസം ഈ ഇയ്യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഭാര്യ പറയുകയാ: നിന്റെ വിശ്വാസം തള്ളിക്കളഞ്ഞിട്ട് നീ പോയി ചാക്. ഇങ്ങനെ നീ മരിക്കത്തില്ല. ഇവൻ മരിക്കുന്നില്ല. ഇതിവനെ ഇട്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാ. ചൊറി നിമിത്തം ഈ മനുഷ്യൻ സ്വയം സഫർ ചെയ്യുകയാ. എന്നാ ഒട്ടും മരിക്കുന്നുമില്ല. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എത്ര നാളുകൾ ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരുന്നു എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഈ ഭാര്യ പറയാ: നിന്നെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത് നിന്റെ വിശ്വാസമാ, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാ. നീ അതൊക്കെ അന്ന് മാറ്റി, നീ അതൊക്കെ ഉപേക്ഷിക്കുക, നീ അതൊക്കെ തള്ളിക്കള. എന്നിട്ട് നീ സ്വയം ചാക്. എന്നാ മാത്രമേ നിനക്ക് ഇതിൽ നിന്ന് ഒരു വിടുതലുള്ളൂ എന്നാ ആ സ്ത്രീ അവിടെ പറയുന്നത്.
ഈ ഒരു വേദനയിൽ നിന്ന് നിനക്കൊരു വിടുതൽ വേണോ? ഈ ഒരു അവസ്ഥയിൽ നിന്ന് നീ പുറത്തു വരണോ? നീ ഇതെല്ലാം നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, നീ ഒരിക്കലും നടക്കാത്ത ഈ ഹോപ്പ് എല്ലാം മാറ്റി വെച്ചിട്ട്, നീ നിന്റെ വിശ്വാസം തള്ളിക്കളഞ്ഞിട്ട് നീ എന്ത് ചെയ്യണം? നീ പോയി ചാക്. എന്നാ മാത്രം പ്രിയമുള്ളവരെ, ലോകം നമുക്ക് കുറെ ബുദ്ധി ഉപദേശിക്കും. ആത്മാവിൽ നീ മുന്നേറുന്നെങ്കിൽ ലോകത്തിൻ്റെത് കേൾക്കാൻ നിൽക്കരുത്. അവര് ചിന്തിക്കുമ്പോൾ അവര് പറയുന്നത് ശരി തന്നെയാ, പക്ഷെ മാനുഷികമായ ശബ്ദം അനുസരിച്ചല്ല ഞാനും നിങ്ങളും കാഴ്ചയോട് മുൻപോട്ട് വെച്ചത്. ആത്മാവിന്റെ നിയോഗത്തിനനുസരിച്ചാണെങ്കിൽ ആത്മാവിൽ ചലിക്കണം. അനാവശ്യമായി ഇത് കേൾക്കാതിരിക്കുവാൻ തക്ക നിലകളിലുള്ള ഒരു ദൈവത്തിന്റെ ഒരു ജ്ഞാനം നമ്മളിൽ ഉണ്ടാകട്ടെ. മറ്റുള്ളവന്റെ വാക്ക് കേട്ടാൽ, ലോകപ്രകാരം ചിന്തിക്കുന്നവരുടെ വാക്ക് കേട്ടാൽ നമ്മൾ തളർന്നു പോകും. ആത്മാവിൽ നിൽക്കാൻ പറ്റത്തില്ല, ആത്മാവിൽ മുന്നേറാൻ പറ്റത്തില്ല. വചനം ഇങ്ങനെ, എന്റെ ദാസനെ പോലെ ചെകിടനാരാ? എന്റെ ദാസനെ പോലെ പൊട്ടനാരാ? അവൻ കേട്ടിട്ടും ചിലത് കേൾക്കാതിരിക്കും, ഏറ്റെടുക്കത്തില്ല. മറ്റുള്ളവർ നോക്കുമ്പോ പൊട്ടനായിട്ട് തോന്നും, പക്ഷെ ദൈവസന്നിധിയിൽ നീ മാന്യനാ, വിലയേറിയവനാ. ദൈവവാക്കിന് വില കൊടുക്കുന്ന നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ മാന്യനാ, വിലയേറിയവരാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴും ഈ ലോകത്തിന് വിപരീതമാ. നിങ്ങൾ ഈ ലോകത്തിനനുസരിച്ച് നടക്കണ്ട. ഈ ലോകം പറയുന്നതനുസരിച്ച് നടക്കരുതേ. ഈ ലോകം പറയുന്ന ബുദ്ധി, അവരുടെ ബുദ്ധി ഒരുപക്ഷെ ശരിയായിരിക്കാം, പക്ഷെ ആത്മാവിലാ ചലിക്കുന്നെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചലിക്കാൻ നിൽക്കരുതേ. വിവേചിച്ച് മനസ്സിലാക്കിക്കോണം. ഹൗവയെ ഈ പിശാച് ഉപായത്താലാ ചതിച്ചത്. പാപം ചെയ്യണമെന്നോർത്ത് ആ സ്ത്രീ പാപം ചെയ്തതല്ല, പക്ഷെ അവൾ വഞ്ചിക്കപ്പെട്ടു. ഇതാണ് ലോകം, വഞ്ചിക്കും. പക്ഷെ അനർത്ഥ ദിവസത്തിൽ ഇവൻ എന്ത് ചെയ്യുന്ന ഓരോ ഉപായം കൊണ്ട് വരും നമ്മളെ പുറകോട്ട് വലിക്കാൻ. പക്ഷെ ബുദ്ധിയോടെ നിന്നോണം. ഹല്ലേലൂയ. പ്രാവിനെ പോലെ നിഷ്കളങ്കതയും അതുപോലെ പാമ്പിനെ പോലെ ബുദ്ധിയോടെ നിന്നോണം. ഏതാണ് ദൈവത്തിൽ നിന്ന് വരുന്നത്, മനുഷ്യനിൽ നിന്ന് വരുന്ന, ഏതാണ് വരുന്നത് എന്ന് ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്തെ രക്ഷിക്കാത്ത സമയത്ത് ശിംശോന്റെ നേരമില്ല. നല്ല സേഫ് സോണിൽ മുന്നോട്ട് പോകുക. അപ്പനുണ്ട്, അമ്മയുണ്ട് കൂടെ. മുന്തിരിത്തോട്ടത്തിനകത്താ നിൽക്കുന്നേ. മുന്തിരിത്തോട്ടത്തിനകത്ത് നിന്ന് ഒരിക്കലും ഒരു ബാലസിംഹം വരത്തില്ല. മുന്തിരിത്തോട്ടത്തിൽ നിന്ന് എപ്പോഴും സന്തോഷവും സമാധാനവും വീഞ്ഞിന്റെ അനുഭവമാ വരുന്നത്. അതിന്ന് ഒരിക്കലും എന്ത് വരത്തില്ല, ഒരു തന്നെ ആക്രമിക്കാൻ ഒന്നും വരത്തില്ല. താൻ ഒരു സേഫ് സോണിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാ. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, പണ്ടത്തെ അത്രയും തീവ്രമായ പ്രാർത്ഥനയിലൊന്നും അല്ല ഞാൻ അങ്ങനെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് തന്നെ ഇച്ചിരി ഒന്ന് മാറി പറയാൻ എന്നെ അങ്ങനെ കൊണ്ടുപോകുന്നോണ്ട് ഞാൻ അങ്ങനെ പറയുന്നു. ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുകയാ. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പ്രശ്നങ്ങൾ വരുമെന്ന്, പ്രതികൂലം വരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇച്ചിരി ഡ്രൈയാ. അത്ര വലിയ പ്രാർത്ഥനയിലോ വചന ധ്യാനത്തിലോ ഒന്നും അല്ല. അപ്പോഴായിരിക്കും പിശാച് കൂടുതൽ നമ്മുടെ നേരെ വരുന്നത്. പക്ഷെ ഓർത്തോണം, ഹല്ലേലൂയ, നമ്മളുടെ പ്രവൃത്തി കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാ നമ്മൾ നിൽക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ബാലസിംഹം കേറി വന്നപ്പോഴും അതിനെ നേരിടാനുള്ള ഒരു ആത്മശക്തി, അതുവരെയുള്ള ഇല്ലാത്തൊരു ആത്മശക്തി യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു. ശിംശോൻ അതുവരെ ഇല്ലാത്തൊരു ശക്തി പ്രാപിച്ച് അതിനെ കീറി കളഞ്ഞു. ദൈവം കുറ്റം വിധിച്ചുകൊണ്ടിരിക്കത്തില്ല കേട്ടോ. ദൈവം നീ അങ്ങനെ ചെയ്തില്ലല്ലോ, ഇങ്ങനെ ചെയ്തില്ലല്ലോ എന്നോർത്ത് കുറ്റം വിധിക്കത്തില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഭയപ്പെടാതെ ഉറച്ചു നിൽക്ക, ദൈവം കൂടെയുണ്ട്. മനുഷ്യനൊക്കെ കൂടെയുള്ള പോലെയല്ല ദൈവം കൂടെയുള്ളത്. നാം പലപ്പോഴും അവിശ്വസ്തരായി നിൽക്കുമ്പോഴും, പലപ്പോഴും നമ്മൾ നിൽക്കേണ്ട പോലെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോഴും നമ്മളെ കുറ്റം വിധിച്ച് മാറിപ്പോകുന്നവനല്ല ദൈവം. ഒരു പിന്മാറിപ്പോയ ഒരു പത്രോസ് ഒറ്റയ്ക്ക് പിന്മാറുമല്ല. പത്രോസ് പിന്മാറിയപ്പോ കൂടെ ഒത്തിരി പേരുടെയും പിന്മാറി അങ്ങ് പോയി. ഉള്ള ശിഷ്യന്മാരെല്ലാം പോയി. ആ പത്രോസിന്റെ അടുക്കല് കുഞ്ഞെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോന്ന് ചോദിച്ച അത്രയും സ്നേഹത്തോടെ വീണ്ടും വീണ്ടും അപ്പൻ ഇറങ്ങിച്ചെല്ലുക. നമ്മൾ ഇന്ന് ബലത്തോടെ ഇരിക്കുന്നത്, ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. അവിശ്വസ്തതയുടെ മധ്യയും വിശ്വസ്തനായി ദൈവം കൂടെ ഇരുന്നത് കൊണ്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്.
പ്രാർത്ഥനയുടെ മിടുക്കല്ല, ഹല്ലേലൂയ, വചനധ്യാനത്തിന്റെ മിടുക്കല്ല, നമ്മുടെ ആരുടെയും മിടുക്കല്ല, ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാ. പ്രശംസിപ്പാൻ ഒന്നുമില്ല, പ്രശംസിപ്പാൻ ഒന്നുമില്ല, ദൈവത്തിന്റെ കൃപ. ശിഷ്യന്മാർ ഭൂതങ്ങളെ ഒക്കെ പുറത്താക്കിയിട്ട് ഭയങ്കര സന്തോഷിച്ച് ആനന്ദിച്ച് ദൈവസന്നിധി വന്ന് നിൽക്കുകയാ. യേശുവിനോട് പറയാ, ദൈവമേ, യേശുവേ, ഞങ്ങൾ ഒത്തിരി പ്രവൃത്തി ചെയ്തു, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി, ഒത്തിരി വലിയ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്ത് അവർ ആ സന്തോഷത്തിൽ വന്ന് നിൽക്കുകയാ. കർത്താവ് പറയുകയാ, ദുഷ്ടനായവൻ നിങ്ങളെ എന്ത് ചെയ്യാ, തകർക്കാൻ എന്റെ അടുക്കൽ അനുവാദം ചോദിച്ചു. ഞാൻ അനുവാദിക്കാത്തത് കൊണ്ടാ നിങ്ങൾ നിന്നത്. It's not because of your power. It's not because of your prayer life. By the grace of God. ദൈവത്തിന്റെ കൃപ കൊണ്ട്. ദൈവം അനുവദിച്ചില്ല ചില സിറ്റുവേഷൻസ് നമ്മളെ വിഴുങ്ങിക്കളയാൻ. ദൈവം അനുവദിച്ചില്ല. ചില മേഖലകളിൽ തളർന്നു പോയിട്ടും ദൈവം അനുവദിച്ചില്ല. നിങ്ങളെ പാറ്റിക്കളയുവാൻ ദുഷ്ടനായവൻ അനുവാദം ചോദിച്ചപ്പോഴോ ദൈവം അനുവദിച്ചില്ല. God knows your ability, how much you are capable of dealing with your situation. God knows ദൈവത്തിന് നന്നായിട്ട് അറിയാം ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ എന്ന് ദൈവത്തിന് അറിയാം. ആ സിറ്റുവേഷനകത്ത് ഈ മനുഷ്യൻ പറയുക, പൗലോസ് പറയുക, കർത്താവേ മതി, ഞാൻ മടുത്തു, ഈ വേദന അനുഭവിച്ചു ഞാൻ മടുത്തു. എത്ര നാളെന്ന് പറഞ്ഞ ഞാൻ ഈ വേദനയ്ക്കകത്ത് കഴിയുന്നത്. മതി കർത്താവേ, ഇതിനകത്തൊരു സൊല്യൂഷൻ പറഞ്ഞു തരണമേ എന്ന് പറയുമ്പോ കർത്താവ് ഒരൊറ്റ വാക്കാ പറയുന്നേ, എന്റെ കൃപ നിനക്ക് മതി. ഈ ബലഹീനതയ്ക്കകത്താ ഞാൻ എന്റെ ഇരട്ടി ശക്തിയെ പകരുന്നത്. ഈ ബലഹീനതയ്ക്കകത്ത് അടുത്ത പുതപ്പിനെ ഞാൻ ഇടാൻ പോകുന്നത്. ഈ ബലഹീനതയ്ക്കകത്ത് നിന്നെ അടുത്ത തലത്തിലേക്ക് കയറ്റാൻ ഞാൻ പോകുന്നത്. സോ ഈ ഒരു ബലഹീനത ആവശ്യമാ. ഈ ഒരു ഞെരുക്കത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകണം. ഈ കഷ്ടത അത് ദൈവം അനുവദിച്ചിട്ടാ. എന്നാൽ ഇതിനകത്തൂടെ നിന്നെ നടത്തുന്ന ഒരു ആത്മശക്തിയുണ്ട്. ഇതിനകത്തൂടെ മുന്നോട്ട് നയിക്കുന്ന ഒരു കൃപയുണ്ട്. ഈ ബലം നിങ്ങളിലുണ്ടോ? ഈ ശക്തി നിങ്ങളിലുണ്ടോ? പ്രതിസന്ധി പ്രതികൂലം എത്രയുണ്ടെന്ന് പറഞ്ഞാലും തളർന്നു പോകത്തില്ല. ബലത്തോടെ വീണ്ടും പ്രത്യാശയാൽ നിറഞ്ഞ് മുന്നോട്ട് നയിക്കുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, 1 പത്രോസ് 1:4 ഇങ്ങനെയാ പറയുന്നത്, വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു. അടുത്ത വാക്യം മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ദൈവശക്തി നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾക്ക് നൽകുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ജീവിക്കുവാൻ എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം ഈ ദൈവശക്തി നിങ്ങൾക്ക് പകർന്നു തരുന്നു. പ്രിയമുള്ളവരെ, എന്നിലും നിങ്ങളിലും പകർന്നിരിക്കുന്ന ദൈവശക്തിയെ ചെറുതായിട്ട് കാണരുതേ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുന്ന ഒരു ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്ന 2 പത്രോസ് 1:3 ഇങ്ങനെ പറയുന്നുണ്ട്, അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. 2 കാര്യങ്ങൾ. ജീവന് വേണ്ടിയുള്ളത് ഈ ശക്തി നമുക്ക് ദാനം ചെയ്തിട്ടുണ്ട്. 2, ഭക്തിക്ക് വേണ്ടി, ആത്മാവിൽ ആത്മീയ തലങ്ങളിൽ നിന്ന് മുന്നോട്ട് തളർന്നു പോകാൻ നയിക്കുവാൻ ഈ ശക്തി നിന്റെ മേൽ ബലം തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങയുടെ ശക്തി ഇറങ്ങി വരുന്നല്ലോ, ഞങ്ങളെ ബലത്തോടെ നയിക്കുന്നല്ലോ. അത്യന്ത ശക്തി ദൈവം ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകർന്നു തന്നിരിക്കുന്നതിനായി നന്ദി കരയറ്റുന്നു കർത്താവേ. ആത്മാവിൽ ഞങ്ങൾ മുന്നേറട്ടെ, ദൈവിക വെളിപ്പാടിൽ ഞങ്ങൾ മുന്നേറട്ടെ. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാ, വിശ്വസിക്കുന്ന ഞങ്ങൾക്കതൊരു ദൈവശക്തി. ദൈവശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ അധികമായി ഇറങ്ങട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ ജനത്തിന് ആവശ്യമായ നന്മകൾ ഓപ്പണായി വരട്ടെ. ഏതൊക്കെ മേഖലകളിലാണോ ദൈവമേ അവർ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഹൃദയ നുറുക്കത്തോടെ ഇരിക്കുന്നത്, അതിനകത്തൊരു വലിയ മിറക്കിൾ, അതിനകത്ത് വലിയൊരു ടെസ്റ്റിമണി ഈ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കട്ടെ. വലിയൊരു ഷിഫ്റ്റ് അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശുശ്രൂഷയുടെ അടുത്ത തലം ഓപ്പൺ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില കോളുകൾ വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം നിന്റെ ജനത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ കർത്താവേ.
പ്രതീക്ഷിക്കാത്ത നിലകളിലുള്ള നന്മകളെ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ ആത്മാ ഇപ്രകാരം ഒരു ആലോചന പറയുക. ഈ നയീനിലെ വിധവയുടെ വിഷയം അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് തിരിച്ചു മടങ്ങി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവളുടെ കൂടെയുള്ളവർ ഓർത്തില്ല ഈ വിഷയം മടങ്ങി വരുമെന്ന്. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ മൂടപ്പെട്ടു പോയ അനുഭവങ്ങൾ, മൂടിയിട്ടില്ല, നിങ്ങൾ ഓർത്തു അത് മൂടപ്പെട്ടെന്ന്, പക്ഷെ അത് മൂടപ്പെട്ടു പോയിട്ടില്ല. ദൈവം ചിലതിനെ ഓപ്പൺ ചെയ്യുക, വീണ്ടും ഓപ്പൺ ചെയ്യുക. ഹല്ലേലൂയ. ചിലതിനെ ദൈവം തുറന്ന് തരിക. അടുത്ത ദിവസങ്ങൾ ടെസ്റ്റിമണിയായി നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടാൻ പോവുകയാണ്. ഒരിക്കലും പൊങ്ങി വരത്തില്ലെന്ന് പറഞ്ഞ ആ ഇരുമ്പ് മഴു പൊങ്ങി വന്നതുപോലെ, മൂടപ്പെട്ടു പോയ, ആഴങ്ങളിൽ പോയ, ഹല്ലേലൂയ, ആ ഇരുമ്പ് മഴു പൊങ്ങി വന്നതുപോലെ ആഴത്തിൽ പോയ ചിലതിനെ ദൈവശക്തിയാൽ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി അത് ഇപ്പൊ തന്നെ വെളിപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് ഏറ്റെടുത്തവരുടെ മേൽ അങ്ങനെ തന്നെ ഈ ദൈവശക്തി അത് വെളിപ്പെടുത്തെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു. യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഞാൻ മരിക്കയില്ല. ഞാൻ ജീവനോടെ ഇരുന്ന് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. കർത്താവിന്റെ പ്രവൃത്തിക്കായി നന്ദി. ദൈവ മഹത്വം വെളിപ്പെടാൻ പോകുന്നതിനായി നന്ദി. ഞങ്ങളത് കാണാൻ പോകുന്നതിനായി, ഞങ്ങളത് കേൾക്കാൻ പോകുന്നതിനായി നന്ദി. ദൈവ പ്രവൃത്തിക്കായി നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനവുമായി ഇത്ര നിമിഷങ്ങൾ ആയിരിക്കാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. ഞാൻ മറ്റൊരു ഭാഗമാണ് എടുത്തുകൊണ്ട് വന്നത്, പക്ഷെ അതിനെ തൊടുവാൻ ദൈവം സമ്മതിച്ചില്ല. ഹല്ലേലൂയ. അതെടുക്കാൻ ദൈവം സമ്മതിച്ചില്ല. മറ്റൊരു ഭാഗത്തൂടെ ദൈവം നടത്തി. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നന്ദി. ഹല്ലേലൂയ. വീണ്ടും നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. വീണ്ടും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ഹല്ലേലൂയ, അധികം ശക്തിയോടെ മുന്നേറുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വീണ്ടും ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.